ചരിത്രത്തിലാദ്യമായി രാജ്യത്ത് സാമ്പത്തിക സംവരണം നടപ്പിൽ വരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് 10% സംവരണം ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. കേന്ദ്ര സർക്കാരിന് കീഴിലെ മുഴുവൻ തസ്തികകളിലും സർവീസിലും നേരിട്ടുള്ള നിയമനങ്ങളിൽ മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കും. നടപടിക്രമങ്ങളുടെ വിശദ നിർദ്ദേശങ്ങൾ മന്ത്രാലയം പ്രത്യേക ഉത്തരവായി ഇറക്കും. ജനുവരി 9-നാണ് പൊതുവിഭാഗത്തിലെ തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തുന്നതിന് ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ബിൽ ലോക്സഭ പാസാക്കിയത്. 8 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കായിരിക്കും സംവരണം. 8 ലക്ഷത്തിലധികം വാർഷിക വരുമാനമുള്ളവർ സംവരണ ആനുകൂല്യത്തിന് അർഹരാകില്ല. കൂടാതെ 5 ഏക്കറിലധികം കൃഷിഭൂമി, 1000 ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള ഫ്ളാറ്റ്, പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുനിസിപ്പാലിറ്റികളിൽ 100 സ്ക്വയറിലധികം താമസ സ്ഥലം, പട്ടികയിൽ ഉൾപ്പെടുത്താത്ത മുനിസിപ്പാലിറ്റികളിൽ 600 ചതുരശ്ര അടി താമസ സ്ഥലം എന്നിവ കൈവശമുള്ളവർക്കും സംവരണത്തിന് അർഹതയുണ്ടാകില്ല. സർക്കാർ ഉദ്യോഗങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതുപ്രകാരം ഇനി മുതൽ സംവരണമുണ്ടാകും. ആകെ സംവരണം 50%-ൽ നിന്ന് 60%-ആക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാനും കേന്ദ്രത്തിന് പദ്ധതിയുണ്ട്. ഭരണഘടനയുടെ 15, 16 വകുപ്പുകളിലാണ് ഭേദഗതി വരുത്തിയത്. ഇതോടെ ജനറൽ കാറ്റഗറിയിൽ വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണത്തിന്റെ ആനുകൂല്യം വേണമെന്ന ദീർഘകാലത്തെ ആവശ്യമാണ് പരിഗണിക്കപ്പെട്ടത്. കേരളത്തിൽ മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന് CPM നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ അരനൂറ്റാണ്ടായി NSS ആവശ്യപ്പെടുന്ന കാര്യമാണ് സാമ്പത്തിക സംവരണമെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും പറഞ്ഞു. എന്നാൽ ഉദ്യോഗതലത്തിൽ മുന്നോക്കക്കാർക്ക് സംവരണം വേണ്ടതില്ലെന്നാണ് മുസ്ലിം സംഘടനകളടക്കമുള്ള ന്യൂനപക്ഷ സംഘടനകളുടെ എല്ലാം പൊതുനിലപാട്. മുന്നോക്കക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം നിലവിലുണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. സാമ്പത്തിക പിന്നോക്കാവസ്ഥയ്ക്ക് സാമ്പത്തിക സഹായമാണ് സർക്കാർ നൽകേണ്ടതെന്ന വാദവും ഇവർ ഉയർത്തുന്നു. ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സംവരണത്തിന് അർഹത. അതിനെ സാമ്പത്തികമായി കൂട്ടിക്കുഴക്കുന്നതിനെ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടും ന്യൂനപക്ഷ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നു. കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് എതിരെ വരും നാളുകളിൽ യോജിച്ച പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ന്യൂനപക്ഷ സംഘടനകൾ. സംസ്ഥാന തസ്തികകളിൽ മുന്നോക്ക സംവരണം പ്രാബല്യത്തിൽ വരുമോ എന്ന കാര്യത്തിൽ അത്തരം അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര തസ്തികകളിൽ സംവരണം ഫെബ്രുവരി 1 മുതൽ നിലവിൽ വരും. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് തീർച്ചയായും ഗുണം ചെയ്യും. കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.